ഭക്തിതാ ജഗദംബേ പ്രേമം താ ജഗദംബേ. പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം എന്നൊക്കെ പറയല്ലോ. അത് യോഗം എല്ലാം യോഗത്തിലേക്കാണ് വരുന്നത്. യോഗം എന്ന് പറഞ്ഞാൽ യോജിക്കൽ, അതാ തത്വത്തിൽ നിശ്ചലത കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ശരീരവും മനസ്സും ബുദ്ധിയും എല്ലാം ഒരേപോലെ തന്നെ വരും. അതെന്നാലും നല്ല വ്യായാമം ആവശ്യമാണല്ലോ. എല്ലാ രീതിയിലും ഉപകാരപ്രദമാണ് ശരിക്കും. അത് ശരിക്ക് തത്വങ്ങൾ ശാസ്ത്രങ്ങളിൽ പഠിച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഒരു തത്വത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ശാസ്ത്രങ്ങളോട് പഠിക്കണം, അപ്പോഴാണ് ശരിക്കുള്ള യോഗമാകുന്നത്. അഗ്രികൾച്ചർ പഠിച്ച ഒരാൾക്ക് കൃഷി ചെയ്യുമ്പോൾ അതിൽ കേട് വന്നാൽ എന്ത് മരുന്നടിക്കണം ഉള്ള ആൾക്കാർ. അപ്പം അതുപോലെ ആധ്യാത്മം മനസ്സിലാക്കിയാണ് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഈ ഓരോ കർമ്മവും നമുക്ക് ബോധത്തോട് ചെയ്യാനും നമ്മുടെ ജീവിതം വർത്തമാനത്തിൽ ജീവിക്കാനും നമുക്ക് സാധിക്കും. ഇത് പറയുമ്പോൾ അമ്മ ഒരു കഥ ഓർക്കുകയാണ്. ഒരിക്കൽ ഒരു മഹാത്മാവ് വഴിയൊലിച്ച് ഒരു പ്രായമായ അമ്മയെ കണ്ടുമുട്ടി. ആ അമ്മ മഹാത്മാവിനോട് ചോദിച്ച്, കഴിഞ്ഞ ദിവസം അങ്ങ് പ്രഭാഷണത്തിൽ ആത്മീയ സാധനങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ബോധത്തോടെ ചെയ്യണം, ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും പൂർണ്ണ ശ്രദ്ധയോടെ ചെയ്യണമെന്നും ബോധത്തെ വർത്തമാന നിമിഷത്തെ നിർത്തണമെന്നും അങ്ങ് പറഞ്ഞു. നിർഭാഗ്യവശാൽ ശരീരം മനസ്സും എൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത ഈ പ്രായത്തിൽ ഇങ്ങനെയുള്ള സാധന ചെയ്യാൻ എനിക്ക് കഴിയുമോ? മഹാത്മാവ് തിരിച്ചു പറഞ്ഞു, എന്തുകൊണ്ട് സാധിക്കില്ല? നിങ്ങൾ എവിടേക്കാണ് ഇപ്പോൾ പോകുന്നത്? ആ പ്രായമുള്ള അമ്മ പറഞ്ഞു, ഞാൻ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ പോവുകയാണ്. അപ്പം മഹാത്മാവ് പറഞ്ഞു, അവിടെ നിന്ന് തന്നെ നിങ്ങൾ ഈ സാധന ചെയ്ത് തുടങ്ങാൻ പറഞ്ഞു. വെള്ളം കോരാൻ വേണ്ടി ബക്കറ്റ് വെള്ളത്തിലേക്ക് എറിഞ്ഞ് വെള്ളം നിറച്ച് കോരി മേലോട്ട് വലിക്കുമല്ലോ. നിങ്ങളെ ബക്കറ്റ് വലിക്കുമ്പോൾ പൂർണ്ണ ബോധത്തോടുകൂടി ശ്വാസം വലിക്കണം. എടുക്കുകയും വിടുകയും ചെയ്തും പൂർണ്ണ ബോധത്തോടെ എടുക്കുകയും വിടുകയും ചെയ്യാം. എല്ലാ ദിവസവും നിങ്ങൾ വെള്ളം കോരുമ്പോൾ ഇത് ആവർത്തിക്കുക. വെള്ളം തൊട്ടിയിടുമ്പോഴും വെള്ളം മുക്കുമ്പോഴും തിരിച്ച് വലിക്കുമ്പോഴും ശ്വാസം എടുക്കുന്നതും വിടുന്നതും ബോധത്തോടെ എടുക്കുകയും ചെയ്യുക. ക്രമേണ ഈ അവബോധം നിങ്ങൾ ചെയ്യുന്ന മറ്റ് പ്രവൃത്തികളിലേക്കും വ്യാപിക്കും. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും വർത്തമാന കാലത്തിൽ ജീവിക്കാൻ സാധിക്കും. ഈ നിമിഷമല്ലേ നമുക്കുള്ളൂ. കാരണം പറയില്ല, അമ്മ പറയില്ല, അടുത്ത ശ്വാസം നമ്മുടെ കയ്യിലല്ല എന്ന് എപ്പോഴും പറയും. ഈ നിമിഷം മാത്രം നമുക്കുള്ള നിമിഷത്തിലെ വേഗമാണ് നമ്മുടെ ശരിയായ ആയുസ്. അതിലാണ് നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത്. ഒരാൾ ഷെയർ കേസിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങളിവിടെ കൂട്ടുകാരൻ വിളിക്കുക, വാ 5 മിനിറ്റ് അവിടെ അല്ലേ, എന്താ പറയുന്നത്, വെയിറ്റ് ചെയ്യും. 5 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ ഹാർട്ടാക്ക് വീണ് മരിച്ചു. അപ്പം നാമാണ് നയിച്ചു എന്ന് പറയണല്ലോ. ഈ നിമിഷം മാത്രം നമ്മുടെ കയ്യിലുള്ളത്. ഈ നിമിഷത്തിൽ സന്തോഷമായി കഴിയുന്നതും നല്ലത് പറഞ്ഞ് നല്ലത് ചിന്തിച്ച് നല്ലത് ചെയ്യുക. നോട്ടത്തിലും വാക്കിലും പ്രവൃത്തിയിലും ആരാധനാഭാവവും നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. യോഗ പഠിക്കാൻ വേണ്ടി ഉത്സാഹമായിട്ട് പലരും വരും. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നിർത്തും. അതാണ് കാണുന്നത്. എന്തിനും തുടക്കത്തിൽ ആവേശം കാണിക്കും, പിന്നെ അത് നിർത്തും. ഉത്സാഹം സ്ഥിരമായി നിർത്തുകയും പരിശീലനം മുടങ്ങാതെ തുടരുകയും ചെയ്യണം. ഭക്ഷണം കഴിക്കുന്ന പാത്രം കഴുകി വയ്ക്കുന്നത് പോലെയും അഴുക്ക് പിടിച്ചുകൊണ്ട് കഴുകി വൃത്തിയാക്കി ധരിക്കുന്നത് പോലെയും യോഗ പരിശീലനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരണം. യോഗയും ധ്യാനവും സാധനങ്ങളും മുടങ്ങിയാൽ
പിന്നെ ചീത്ത ചിന്തകൾ കൂടുതലായിട്ട് കയറി വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കേണ്ട ആവശ്യമാണ്. നിലം കിളച്ച് മറിച്ചിട്ട് അവിടെ പിന്നെ കിളച്ച് മറിച്ചിട്ട് ധാരാളം പുല്ലുകൾ നിലത്ത് വളരുന്ന പോലെ ആവും മനസ്സിൽ. ഇല്ലാത്ത ചിന്തകളൊക്കെ കൂടുതലായിട്ട് കയറി വരും, ചീത്ത ചിന്തകൾ കയറി വരും. അത് സ്ഥിരമായി ചെയ്യാനുള്ള ഒരു ജാഗ്രത ഉണർത്തി എടുക്കണം നമ്മൾ. ഒന്നിപ്പോൾ ശരീര സൗന്ദര്യം വേണമെന്നും വലിയ എണ്ണം വെച്ചിട്ടാണ് അവർക്ക് മടങ്ങാതെ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം അതുപോലൊരു ലക്ഷ്യം, സാക്ഷാത്കാരം, അല്ലെങ്കിൽ ആത്മാവിനെ അറിയുക, ഏതെങ്കിലും ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ സാധന ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ചിന്തകളുടെ കുറച്ചെങ്കിലും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നത്. നമ്മൾ യോഗ ചെയ്യുകയല്ല, യോഗത്തിൽ ജീവിക്കുകയാണ് വേണ്ടത്. എന്ന് വെച്ചാൽ അതിൻ്റെ അടിസ്ഥാന തത്വം, യോഗയുടെ അടിസ്ഥാന തത്വം മനസ്സിലാക്കുക. ശരീരത്തിൻ്റെ സൗന്ദര്യം മാത്രമല്ല, മനസ്സിൻ്റെ സൗന്ദര്യം അതിനെ വർദ്ധിപ്പിക്കുമ്പോൾ ലോകത്തിന് തന്നെ സൗന്ദര്യം കൊടുക്കുന്നവനും ലോകത്തിന് സൗന്ദര്യമാക്കുന്നവനായിത്തീരും നമ്മൾ. എത്ര ലോകസുന്ദരിയെ കല്യാണം ബന്ധം കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഭാഗ്യ സൗന്ദര്യമില്ല, പ്രവൃത്തിയിൽ സൗന്ദര്യം ഇല്ലെങ്കിൽ അവരൊഴിയും, കല്യാണം ഒഴിയും, ലോകസുന്ദരി ആയാലും. അപ്പോൾ ആ തത്വം അനുസരിച്ച് ജീവിക്കുകയാകുമ്പോൾ ലോകത്തിന് തന്നെ സൗന്ദര്യം കൊടുക്കുന്നവനായിത്തീരും. പലർക്കും യോഗ ഒരു വെറും വ്യായാമം മാത്രമാണ്. പക്ഷേ യോഗ ചെയ്യുന്നത് പൂർണ്ണ അവബോധത്തോടെ, അവയർനെസ്സോടെ ചെയ്യേണ്ട കാര്യമാണ്. പൂർണ്ണ ബോധത്തോടെ യോഗ ചെയ്താൽ ധ്യാനം തന്നെയാണ്. അങ്ങനെ യോഗ ചെയ്യുമ്പോൾ ശാരീരികവും മാനസികവും ആത്മീയവുമായ പരമാവധി പ്രയോജനം ലഭിക്കും. വാസ്തവത്തിൽ നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതെല്ലാം ബോധപൂർവം ചെയ്യുക എന്നതാണ് യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ശീലിച്ചാൽ പിന്നീട് ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ പോലും ബോധത്തോടെ തന്നെ ഇരിക്കാൻ നമുക്ക് സാധിക്കും.
കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമാ നിലയറിയാത്ത നേതാന്ത നിയോഗം നിലയറിയാത്ത നേതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. According to Hindu philosophy, there are only two states of being. One is love and other is grief. Or one is love and one is fear. That's all. So everything boils down to grief. So the first chapter of the Bhagavad Gita is Arjuna Vishada Yoga. There Shoka is transformed into yoga, union with God. Shoka means grief, and Arjuna's grief through Krishna's counseling was transformed into yoga, and that's how Shoka became yoga. So that's why that chapter is known as Arjuna Vishada Yoga. So the natural question is, how can grief become yoga? See, all the great devotees in the past or in the present, they pray for grief. Because from grief arises love. From grief arises self-remembrance, remembrance of God. So whatever you see, whatever negative qualities, whether it is anger, hatred, jealousy, depression, anything negative, are just offshoots of grief. And from grief arises confusion. You become deluded. You don't know what is right and what is wrong. You don't know what is dharmic and what is not dharmic. But this confusion can actually lead you to self-surrender. If you rightly apply that energy, if you channel it properly, only two things will happen. One is, you will become completely mad. You will become totally deluded. And you may even start hallucinating. Your mind goes astray. The other thing is the most beautiful thing that could happen, self-surrender. In that confused state of mind, you declare, you proclaim to the universe, to God, to your Guru, I am totally helpless. Save me. So you are on the right track, I think. It will help. I think what you should do is mix the medicine and meditation in equal proportion. Medicine and meditation. Actually, meditation, mediation, medicine, all these come from the same root, I think, if I am correct. So patients should have both medicine and meditation. And that's why we have a proverb in Malayalam, Marunum Mandravu, which means Marunna means medicine. Mantram means mantram. But it also means, chanting mantra means remembering God. So both are needed. Because meditation will calm the patient down.
And when you treat a patient who is calm, who is relatively calm, it will become more effective. But for that, first, as Amma says, most people are even afraid to go to a hospital and do all the tests, because they think, it will open a, whole can of worms. Oh, I may have this disease, I may have that disease. So they don't want to accept. And that happens with patients who are suffering from depression, deep depression. They don't accept their state of mind. So that's most important. I am a patient. That recognition, that understanding, that often confession is very important. Because unless you open up to the doctor, he will not be able to treat you properly. He will not be able to give you the right medicines. When Arjuna surrendered to Krishna, he was actually telling, "Oh Lord, I am a patient. I am afflicted by this grief, the disease known as grief, the disease known as samsara. So please treat me. You are the only one who can treat me." So what I mean is, don't compromise the treatment method as prescribed by medical science. Never compromise that. But you can also develop a loving, caring and motherly attitude towards your patients without compromising the prescribed medical treatment. And in that process, don't think that someone is older than you. Oh, this person is much older than me, so I cannot be a mother to him. No. Because whether you are a man or woman, to be feminine is the need of the hour. And that's what everyone in this world, Amma, emphasizes on that point. Motherhood, the motherly feelings, there is a huge scarcity for that. So also love is ageless. Look at Amma. She's absolutely not hesitant to hug anyone, to call anyone, my son, my daughter, maybe 90-year-old, 100-year-old, maybe high government official, the Prime Minister, President, whoever it is, whatever that person is, Amma addresses them as my children, my son. And she calls Narendra Modi my son, the Prime Minister of India. It's absolutely no problem for Amma. He's older and he's also one of the most powerful people in the world. So love is ageless. So yes, you can certainly use Amma's teaching of love, compassion, equal vision, patience, etc., but without compromising the methodology as is advised by medical science.